ഓക്കെ, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നെപ്റ്റ്യൂണിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഏതാണ്ട് സൂര്യൻ നിന്നുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ 30.06 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭ്രമണത്തിനെടുക്കുന്നത് 19.1 മണിക്കൂറാണ്. 19.1 മണിക്കൂറാണ് ഭ്രമണത്തിനെടുക്കുന്നത്. പരിക്രമണത്തിനെടുക്കുന്നത് 164.81 വർഷമാണ്. അത്രയാണ് 164.81 വർഷമാണ് പരിക്രമണത്തിനെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ് അല്ലേ? അവിടെ ചോദ്യമുണ്ട്, സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നെപ്റ്റ്യൂണാണ്. സൂര്യനിൽ നിന്നും വളരെ അകലെ ആയതുകൊണ്ട് പ്രകാശം എത്തുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നു, തണുപ്പ് കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നു. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? നെപ്റ്റ്യൂണാണ്. നമുക്കറിയാം ഏറ്റവും അകലെയാണ്, സൂര്യനിൽ നിന്നും വളരെ അകലത്തിലാണ്. അതുകൊണ്ട് എന്തായിരിക്കും? നമുക്കറിയാം സൂര്യനെ വലം വയ്ക്കുവാൻ എന്താണ് ഒരുപാട് സമയമെടുക്കും അല്ലേ? പരിക്രമണത്തിന് കൂടുതൽ സമയം എന്ന് വെച്ചാൽ പരിക്രമണ വേഗത കുറവായിരിക്കും. എന്താണ്? പരിക്രമണ വേഗത കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പരിക്രമണ വേഗത കുറവുള്ള അല്ലെങ്കിൽ പരിക്രമണ വേഗത ഏറ്റവും കുറവും പരിക്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതുമായ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെപ്റ്റ്യൂണാണ്. അപ്പോൾ പരിക്രമണ വേഗത കുറവാണ്. അതുകൊണ്ട് നമുക്കറിയാം വർഷത്തിന് എന്തായിരിക്കും? ദൈർഘ്യം കൂടുതലാണ്. അങ്ങനെ ചോദ്യമുണ്ട്, വർഷത്തിന് ഏറ്റവും കൂടുതൽ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം എന്ന് ചോദിക്കും. ഏതാണ്? നെപ്റ്റ്യൂണാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്, ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ടെന്നോ ബ്ലാക്ക് സ്പോട്ടെന്നോ ഒക്കെ ചോദിച്ചാൽ എന്താണ്? ഏതാണ്? നെപ്റ്റ്യൂൺ. കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നെപ്റ്റ്യൂണാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയാണ്. എന്നാൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അന്തരീക്ഷം നീല നിറത്തിലാണ്. നമ്മുടെ നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ തുടങ്ങുന്ന വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെപ്റ്റ്യൂണാണ്. അതുപോലെ തന്നെ വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ചോദിച്ചാലും എന്ത് തന്നെയാണ്? നെപ്റ്റ്യൂണാണ്. വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ട് നടന്ന ഗവേഷണമാണ്. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ ആരെന്ന് ചോദിച്ചാൽ ജൊഹാൻ ഗെല്ലിയാണ്. ആരാണ്? ജൊഹാൻ ഗെല്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു യുറാനസ് കണ്ടെത്തിയ ആരാണ്? വില്യം ഹെർഷലാണ്. എന്നാൽ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ ആരെന്ന് ചോദിച്ചാൽ ജൊഹാൻ ഗെല്ലിയാണ്. 1846 1989 അമേരിക്കയുടെ വോയേജർ 2 ആണ് നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് അറിവെന്ന്. 1989 അപ്പോൾ നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും, നമ്മൾ 8 ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകൾക്കെല്ലാം ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.